ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ചിത്രം വരയ്ക്കുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓരോ സെക്ഷൻസ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ചാനലിൽ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടൊരു ഹെയർ വരയ്ക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് പ്രോപ്പറായിട്ടൊരു ഹെയർ വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 100 GSM-ൻ്റെ ഒരു ഐവറി ഷീറ്റാണ്. നിങ്ങൾക്ക് സാധാരണ A4 ഉപയോഗിക്കാം, ബട്ട് ഐവറി ഷീറ്റാണ് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഈ ഒരു ഷീറ്റിന് ഒരു ഭാഗത്ത് റഫ് ഉണ്ടാവും, ഒരു ഭാഗത്ത് സ്മൂത്ത് ആയിരിക്കും. നമ്മളിപ്പോൾ റഫ് ഭാഗത്താണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ടൂൾസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പെൻസിൽസാണ് ഈ ആർട്ട് ലൈൻ്റെ പെൻസിൽസ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള പെൻസിലാണ്. ഇതും അതുപോലെ തന്നെ വിലയും കുറവാണ്. അപ്പോൾ ഇതിലൊരു 7 പെൻസിൽസ് ഉണ്ടാവും, 7 പെൻസിൽസ് ഉണ്ടാവും. ഇത് വാങ്ങാം. അപ്പോൾ ഇത് ഓരോ പെൻസിൽസും ഓരോ കട്ടിയിലാണ് വരിക. ഇത് HB, അതുപോലെ 2B, 3B അങ്ങനെ പോകും. അപ്പോൾ പിന്നെ ഒരു ചാർക്കോൾ പെൻസിൽ എടുത്തിട്ടുണ്ട്. ഇതിന് ഒന്നിന് 30 രൂപ വിലയുണ്ട്. ഇതാകുമ്പോൾ കുറച്ച് കട്ടി, നമ്മൾ ഹെയർ യൂഷ്വലി വരയ്ക്കാൻ ഉപയോഗിക്കാൽ ചാർക്കോൾ പെൻസിലാണ്. അതുപോലെ ബ്ലെൻഡ് ചെയ്യുന്ന സംഭവമാണിത്, സ്റ്റെംസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹെയർ വരയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു ഔട്ട്ലൈൻ ഉണ്ടാകും. ഓക്കെ, ജസ്റ്റ് ഒരു വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മളെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ ഈ ഡാർക്ക് കളറോട് പോയി കൊടുക്കരുത്. ആദ്യം തന്നെ ലൈറ്റിൽ നിന്ന് ഡാർക്കായി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു 6B പെൻസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എഡ്ജസ് നിന്ന് ഒരിക്കലും സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ വരച്ച് പോയത്, ഏതെങ്കിലും ഒരു എഡ്ജിൽ നിന്ന് സ്മൂത്തായിട്ട്, ഒരിക്കലും റഫായിട്ട് വരയ്ക്കാൻ പാടില്ല. സ്മൂത്തായിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് പോവാം, ഇങ്ങനെ ടച്ച് ചെയ്ത് പോവാം. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുനിന്ന് ഇങ്ങനെ ടച്ച് ചെയ്യാം. അപ്പോൾ നടുവിലൊരു വൈറ്റ് ഷെയ്ഡ് വരും, അങ്ങനെ വരണം. ഈ ഒരു ഭാഗത്തും മറുഭാഗത്തുനിന്ന് ചെയ്യുമ്പോൾ നടുവിലൊരു ഷെയ്ഡ് വരുന്നത് കാണാം. ഇതിന് കാരണം എന്താ വെച്ചാൽ, നമ്മളെ ഹെയറിൽ ലൈറ്റ്സ് അടിക്കുമ്പോൾ ഹെയറിൻ്റെ പാർട്സ് ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അല്ലാണ്ട് എന്തെങ്കിലും ഒരു മോണോ എറേസർ വാങ്ങാൻ ലഭിക്കും, അത് വെച്ച് നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഈ കുറച്ച് ബ്ലാക്ക് പെൻസിൽ കൊണ്ട് ഒന്ന് മുകളിൽ കൂടെ കൊടുക്കുക. നമ്മൾ ചാർക്കോൾ പെൻസിലോടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 10B യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 10B എന്ന് പറയുമ്പോൾ ഓക്കെ, ഇതാണ് 10B. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. എപ്പോഴും നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, ചിത്രം വരയ്ക്കുമ്പോൾ എപ്പോഴും പെൻസിലിൻ്റെ നിബ് ഷാർപ്പണായിരിക്കണം. എപ്പോഴും ശ്രദ്ധിക്കുക, എന്നാലേ ഒരു ക്വാളിറ്റി ലഭിക്കുള്ളൂ. എപ്പോഴും ഷാർപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു എഡ്ജൊന്നും ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നേ ഉള്ളൂ. അധികം ഇങ്ങനെ റഫായിട്ട് കൊടുക്കുന്നില്ല, സ്മൂത്തായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു മുടീൻ്റെ ഭംഗി വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫിഗർ വരച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു ഫേസിൽ എങ്ങനെയാണ് ഒരു ഹെയർ കറക്റ്റായിട്ട് വരയ്ക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഫോട്ടോ സൈഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ ശ്രദ്ധിച്ചാൽ അറിയാം, മുടിയിൽ പ്യുവർ ബ്ലാക്ക് അല്ല, ഓരോ എടുത്തു അങ്ങനെ ഒരു ഹൈലൈറ്റ് ചെയ്ത പാർട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പാർട്സൊക്കെ ഈ ഒരു ചിത്രത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അതിനായിട്ടാണ് നമ്മൾ ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ചാർക്കോൾ പെൻസിൽ മാത്രം മതി വരയ്ക്കാൻ നമുക്ക് ഹെയർ വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ജസ്റ്റ് ആ ഒരു ഡാർക്ക് ചെയ്ത് എടുക്കുന്ന സ്ഥലത്ത് മാത്രം ഡാർക്ക് കളർ കൊടുക്കുക.
അതിന് ശേഷം അത് ലൈറ്റായി കൊണ്ടുവരിക. അപ്പോൾ എവിടെയൊക്കെയാണോ ലൈറ്റ് ഉള്ളത് അവിടെ പ്രഷർ കുറയ്ക്കുക. അപ്പോൾ നമ്മൾ നല്ല പ്രഷർ ചെയ്ത് പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടായിരിക്കും വരിക. അപ്പോൾ നമ്മൾ പ്രഷർ കുറയ്ക്കുന്നതിനനുസരിച്ച് ആ ഒരു ഡാർക്ക്നെസ് കുറഞ്ഞിട്ട് ലൈറ്റ് ഷെയ്ഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യുക, നല്ല ഡാർക്ക് കൊടുക്കുക. അതുപോലെ ലൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് ഇവിടെ നിന്ന് ഡാർക്കായിട്ട് കൊടുക്കാൻ പാടില്ല, ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഷെയ്ഡ് ചെയ്യാനേ പാടുള്ളൂ. കണ്ടില്ലേ, എവിടെയൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അവിടെ മാത്രം സ്മൂത്തായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പാർട്സ് ഉണ്ട്. നമ്മൾ അവിടെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരു ഭാഗത്ത് ഇതുപോലെ പുറത്തേക്ക് ഇങ്ങനെ മുടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി പുറത്തേക്ക്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ മുടി റിയലിസ്റ്റിക് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, അത് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. ഓക്കെ, ഇപ്പം ഏകദേശം റെഡി ആയി വരുന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഒരു മുടി വരയ്ക്കാൻ പറ്റുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ വരുന്ന വീഡിയോയിലൊക്കെ എങ്ങനെയാണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിത്രം ഫുള്ളായിട്ട് വരയ്ക്കുക, അതുപോലെ ഐസ് എങ്ങനെയാണ് വരയ്ക്കുക, നോസ്, ലിപ്സ്, അങ്ങനെ ഓരോ പാർട്സായിട്ട് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുക എന്നുള്ള ഇനി വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.